മലപ്പുറം വാഴക്കാട് 17 വയസ്സുകാരിയുടെ മരണത്തിന് കാരണക്കാരനായ കരാട്ടെ അധ്യാപകൻ സിദ്ദിഖ് അലി നിരവധി പെൺകുട്ടികളെ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന ആരോപണം. കുട്ടികളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കുന്നത് പതിവാണെന്ന് പീഡനത്തിനിരയായ കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു. താൻ പരമഗുരുവാണെന്നും എല്ലാം കരാട്ടയുടെ ഭാഗമാണെന്നും പറഞ്ഞാണ് പീഡനമെന്നും പെൺകുട്ടി പറഞ്ഞു. ഞാൻ 15-ാം വയസ്സിലാണ് അവിടെ ചേരുന്നത്. കൊറോണ ആയതുകൊണ്ട് സ്കൂളിലായിരുന്നു. കൊറോണ ആണെങ്കിലും ബെൽറ്റ് എടുക്കണമെങ്കിൽ വാഴക്കാട് ഊർക്കടവിലുള്ള ക്ലാസ്സിൽ ചെല്ലണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് അവിടെ എത്തിപ്പെടുന്നത്. പരമഗുരു എന്താണെന്നാണ് ആദ്യം പഠിപ്പിച്ചത്. അത് ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പരമഗുരു എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയാതെ അറിയാൻ കഴിയുന്ന ഒരാളെന്നാണ്. ഈ പരമഗുരുവിന്റെ സാന്നിധ്യമുണ്ടായാൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കൂ. അർപ്പണ മനോഭാവം ഉള്ളവർക്ക് മാത്രമേ പരമഗുരുവിന്റെ സാന്നിധ്യം കിട്ടൂ. ഇത് പറഞ്ഞു വിശ്വസിപ്പിച്ചാണ് ആദ്യം കരാട്ടെ ക്ലാസ്സിൽ ചേർക്കുന്നത്. പരമഗുരുവാണ്, അദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ മാത്രമേ വിജയിക്കാൻ സാധിക്കൂ എന്നായിരുന്നു നമ്മുടെ മനസ്സിൽ. ചെറിയ പ്രായത്തിൽ അങ്ങനെ വിശ്വസിച്ചു. ഉദാഹരണമായിട്ട് ഒരു മിസ്സിനെ വിളിച്ച് അയാൾക്ക് ഉമ്മ തരാൻ പറഞ്ഞു. മിസ് ലിപ്പിന് ഉമ്മ കൊടുത്തു. എന്നിട്ട് ഇങ്ങനെയാവണം നിങ്ങളുമെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. സീനിയേഴ്സ് ചെയ്യുന്നതും ഞങ്ങൾക്ക് കാണിച്ചു തരുന്നതും ഇതായിരുന്നു. ഞങ്ങളും ആദ്യമൊക്കെ നിന്നു കൊടുക്കുമായിരുന്നു. കാരണം ഞങ്ങൾക്ക് അറിയാമായിരുന്നില്ല. എട്ടും പൊട്ടും തിരിയാത്ത പ്രായമാണ്. കുറച്ചു കഴിഞ്ഞപ്പോഴാണ് മൂപ്പരുടെ തൊടലൊക്കെ മോശമാണെന്ന് മനസ്സിലായത്. നെഞ്ചിൽ തൊട്ടിട്ട് പറയും മനസ്സറിയാനാണ്, ഹാർട്ട് ബീറ്റ് അറിയാനാണ് എന്നൊക്കെ. ശരീരത്തിന്റെ പല ഭാഗത്തും പിടിക്കും, സ്വകാര്യ ഭാഗങ്ങളിലൊക്കെ സ്പർശിക്കും. അതിനുശേഷമാണ് ഞാൻ ക്ലാസ് നിർത്തിയത്. എല്ലാ കുട്ടികളോടും ഇങ്ങനെ തന്നെയാണ് പെരുമാറുന്നത്. പക്ഷേ ആർക്കും മനസ്സിലാകാറില്ല. ഇതെല്ലാം കരാട്ടയുടെ ഭാഗമാണ്, ശരീരം വെച്ചുള്ള കളിയാണ്, പല ഭാഗത്തും ടച്ച് ചെയ്യേണ്ടി വരുമെന്ന് ാണ് അയാൾ പറഞ്ഞത്. ഒരു കരാട്ടെ അധ്യാപകനാണെന്ന് പറഞ്ഞാൽ ടീച്ചർ, കൗൺസിലർ, ഡോക്ടർ ആണെന്നാണ് വാദം. ഒരു ഡോക്ടർ ആകുമ്പോൾ പല ഭാഗത്തും സ്പർശിക്കേണ്ടി വരും. ഭാര്യയില്ലാത്ത നേരം നോക്കി ജ്യൂസ് ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞ് എന്നെ ഒറ്റയ്ക്ക് വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പോയിട്ടില്ല. സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കുമ്പോൾ വേണ്ട എന്ന് പറയാൻ പാടില്ല. മരിച്ച കുട്ടിയെ എനിക്കറിയാം. വലിയ അടുപ്പമൊന്നുമില്ല. കേട്ട കാര്യങ്ങളെല്ലാം സത്യമാണ്. നീതിക്ക് വേണ്ടി പോരാടാൻ തന്നെയാണ് തീരുമാനം. കഴിഞ്ഞ ദിവസമാണ് 17-കാരിയായ പെൺകുട്ടിയെ വാഴക്കാട് എണവണപ്പാറയിലെ ചാലിയാറിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുട്ടോളം ഉയരത്തിലുള്ള വെള്ളത്തിലാണ് മൃതദേഹം ഉണ്ടായിരുന്നത്. മൃതദേഹം കണ്ടെത്തുമ്പോൾ മേൽവസ്ത്രം ഉണ്ടായിരുന്നില്ല. അതിനാലാണ് മരണത്തിൽ ബന്ധുക്കൾക്കുൾപ്പെടെ സംശയമുള്ളത്. കരാട്ടെ അധ്യാപകൻ പീഡിപ്പിച്ചിരുന്നതായി പെൺകുട്ടി വീട്ടുകാരോട് നേരത്തെ പറഞ്ഞിരുന്നു. തുടർന്ന് വീട്ടുകാർ ചൈൽഡ് ലൈനിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ പുരോഗമിക്കുന്നതിനിടയിലായിരുന്നു പെൺകുട്ടിയുടെ മരണം. അറസ്റ്റ് ചെയ്ത കരാട്ടെ അധ്യാപകൻ സിദ്ദിഖ് അലിയെ കോടതിയിൽ ഹാജരാക്കി. മഞ്ചേരി പോക്സോ കോടതിയിലാണ് ഹാജരാക്കിയത്. പോക്സോ കേസ് ഉൾപ്പെടെ ചാർജ് ചെയ്ത പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.